ഇന്ത്യയിൽ ആമസോൺ നിക്ഷേപിക്കും $48 ബില്യൺ. സ്വാഗതം പ്രോഫിറ്റ് 24 ഡെയിലി റൗണ്ടപ്പിലേക്ക്. ഇന്ത്യയിൽ വമ്പൻ നിക്ഷേപത്തിന് ആമസോൺ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ആമസോൺ CEO ആൻഡി ജാസിയാണ് നിക്ഷേപങ്ങൾ പ്രഖ്യാപിച്ചത്. അടുത്ത 5 വർഷത്തിനിടെ ഇന്ത്യയിൽ $48 ബില്യൺ ആമസോൺ നിക്ഷേപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിൽ $21 ബില്യൺ AI ക്ലൗഡ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനായിരിക്കും. 2030 ഇന്ത്യയിൽ 38 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും AI പ്രയോജനങ്ങൾ 1.5 കോടി ചെറുകിട സംരംഭകർക്കും 40 ലക്ഷം വരുന്ന വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കുമെന്നും ആൻഡി ജാസി വ്യക്തമാക്കി. ഇന്ത്യയിൽ AI ക്ലൗഡ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ അമേരിക്കൻ കമ്പനികളായ മൈക്രോസോഫ്റ്റ് $17.5 ബില്യൺ, ഗൂഗിൾ $15 ബില്യൺ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാനം നിലവിൽ വന്ന സാഹചര്യത്തിൽ താഴാൻ ആരംഭിച്ച എണ്ണവില $70 അടുത്തേക്കെത്തി. ബ്രന്റ് ക്രൂഡ് വില ബാരലിന് $72.7 താഴ്ന്നു. US WTI ക്രൂഡ് വില $69.5 വിമാന ഇന്ധന നിരക്കുകൾ താഴ്ന്നത് ശ്രദ്ധിക്കുന്നുണ്ടെന്നും വില ദീർഘകാല സ്ഥിരത കൈവരിച്ചാൽ ടിക്കറ്റ് നിരക്കുകൾ കുറയ്ക്കാൻ വിമാന കമ്പനികളോട് ആവശ്യപ്പെടുമെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമോഹൻ നായിഡു പറഞ്ഞു. ഓഹരി വിപണിയിൽ നിന്ന് വമ്പൻ മുന്നേറ്റവും പിന്നാലെ വീഴ്ചയും ദൃശ്യമായി. 24,261 വരെ മുന്നേറിയ നിഫ്റ്റി 205 പോയിന്റ് നഷ്ടപ്പെട്ട് 24,056 എന്ന നിർണായക ലെവലിലാണ് ക്ലോസ് ചെയ്തത്. 77,803 വരെ കുതിച്ച സെൻസെക്സ് ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ 700 പോയിന്റ് ഇടിഞ്ഞ് 77,100 വ്യാപാരം അവസാനിപ്പിച്ചു. 2 ദിവസത്തെ വമ്പൻ മുന്നേറ്റത്തിന് ശേഷം നിക്ഷേപകർ ലാഭമെടുപ്പ് നടത്തിയതാണ് ഇടിവിൻ്റെ പ്രധാന കാരണം. നിർണായക റെസിസ്റ്റൻസ് ലെവലുകൾ ഭേദിക്കാൻ ഈ ആഴ്ച വിപണി സൂചികകൾക്ക് സാധിച്ചില്ല. മെറ്റൽ ഓഹരികളിലെ വമ്പൻ ഇടിവാണ് വിപണിയുടെ കുതിപ്പിനെ പ്രതിരോധിക്കുന്ന മറ്റൊരു ഘടകം. ആഗോളതലത്തിൽ ലോഹങ്ങളുടെ ഇടിവാണ് ഇന്ത്യൻ മെറ്റൽ ഓഹരികളെയും ബാധിച്ചിരിക്കുന്നത്. നിഫ്റ്റി മെറ്റൽ സൂചിക ഈ ആഴ്ച മാത്രം 5% ഇടിഞ്ഞു. സ്വർണത്തിൻ്റെ കനത്ത വിലയിടിവ് തുടരുകയാണ്. ആഗോള വിപണിയിൽ ട്രോയ് ഔൺസിന് 0.6% വിലയിടിഞ്ഞ് $3,078 കേരളത്തിൽ 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 255 രൂപ കുറഞ്ഞ് 12,845 രൂപയായി. പവന് 2,040 രൂപ ഇടിഞ്ഞ് 1,02,760 രൂപയാണ് ഇന്നത്തെ വില. സ്വർണ്ണവില 1 ലക്ഷത്തിന് താഴേക്ക് എത്തുന്ന സൂചനകളാണ് വിപണിയിൽ നിന്ന് ലഭിക്കുന്നത്. വെള്ളിയിലും ശക്തമായ വിലയിടിവാണ് ദൃശ്യമാകുന്നത്. ഒരാഴ്ചയ്ക്കിടെ 14% ഇടിഞ്ഞ വെള്ളിവില കിലോയ്ക്ക് 2,30,000 രൂപയിലെത്തി.